വൈദ്യുതിയുടെ ഇടത്തരം ഉപഭോക്താക്കൾക്ക് സോളാർ വെക്കുന്നത് ഗുണകരമാണോ എന്നാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് 2 മാസം കൂടുമ്പോൾ വരുന്ന ബില്ല് 2000 രൂപയാണ്. പക്ഷേ ഞാൻ സോളാർ വെച്ചിട്ടില്ല. ചെരിഞ്ഞ വാർക്കയിലും സോളാർ ഇപ്പോൾ സ്റ്റാൻഡ് വഴി നമുക്ക് വെക്കാവുന്നതാണ്. പക്ഷേ സോളാറിൽ വയ്ക്കുന്നതുകൊണ്ടുള്ള ലാഭം വളരെ കുറവാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാനിത് വെക്കാത്തത്. 2 മാസത്തെ ബില്ല് 2000 രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം 350 യൂണിറ്റ് ഉപയോഗം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ മെയ് മാസത്തിലാണ് അല്പം കൂടുതൽ വന്നത്. 400 യൂണിറ്റ് ഉപയോഗം ഉണ്ടായിരുന്നു. 2500 രൂപ ബില്ലായി. അല്ലെങ്കിൽ മാസം 1000 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഒരു വർഷം 12000 രൂപയാണ് കറണ്ട് ചാർജ് ഇനത്തിൽ ചിലവാകുന്നത്. അതായത് ഒരു മാസം ആവറേജ് ശരാശരി ഉപയോഗം 200 യൂണിറ്റ് മാത്രമാണ്. 3 കിലോ വാട്ടിൻ്റെ സോളാറിന് ഇപ്പോൾ 1,30,000 രൂപ മാത്രമേ ചിലവ് വരുന്നുള്ളൂ. 80,000 രൂപ സർക്കാർ സബ്സിഡി തരുന്നുണ്ട്. ഇപ്പോൾ 2,10,000 മുകളിലുള്ള സോളാറിന് നമുക്ക് 1,27 എല്ലാം അടച്ചാൽ മതിയാകും. 3 കിലോ വാട്ടുള്ള സോളാർ നല്ല വെയിലുള്ളപ്പോൾ നമുക്ക് 15 യൂണിറ്റ് വരെ പെർ ഡേ നൽകുമെന്നാണ് പറയപ്പെടുന്നത്. ഇതുപോലെ വലിയ വെയിലില്ലാത്ത മഴയുള്ള ദിവസങ്ങളിൽ 10 യൂണിറ്റിന് അടുത്ത് ലഭിക്കുന്നുണ്ട്. 3 KWയുടെ സോളാർ വെക്കുമ്പോൾ നമുക്ക് മാസം എന്തായാലും 300 യൂണിറ്റ് ലഭ്യമാകും. എന്നെപ്പോലെ ശരാശരി 200 യൂണിറ്റ് മാസം ഉപയോഗമുള്ള ആൾക്ക് 100 യൂണിറ്റ് മിച്ചമാകും. ആ 100 യൂണിറ്റ് നമുക്ക് KSEBിക്ക് നൽകാം. 100 യൂണിറ്റ് മാസം KSEBിക്ക് നൽകുന്നത് വഴി ഒരു വർഷം 1200 അല്ലെങ്കിൽ 2000 യൂണിറ്റ് വരെ KSEBിക്ക് നൽകാമെന്ന് കൂട്ടിയാൽ നമുക്ക് 3 രൂപ പ്രകാരം ഏതാണ്ട് 6000 രൂപയാണ് ഈ ഇനത്തിൽ ഒരു വർഷം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ 3 കിലോ വാട്ടിൻ്റെ സോളാർ വെക്കുമ്പോൾ കറണ്ട് ചാർജ് ഇനത്തിൽ നമുക്ക് ലാഭം 12,000 രൂപ. അതുകൂടാതെ വൈദ്യുതി വിറ്റ് ഏകദേശം 3000-നും 6000-നും ഇടയിൽ എല്ലാ ഒരു പ്രോഫിറ്റും നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് ആകെയുള്ള ഒരു നഷ്ടം എന്ന് പറയുന്നത് 1,27,000 രൂപയുടെ ഇൻട്രസ്റ്റ് ഇനത്തിൽ ഒരു വർഷം ലഭിക്കുന്ന 7,000 രൂപ ചിലപ്പോൾ നഷ്ടമാകും. എന്നിരുന്നാലും ആകെ മൊത്തം ഒരു 9,000 രൂപയോളം ഒരു വർഷം സോളാർ വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പോലെ മാസം 200 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു ഉപഭോക്താവിന് ലാഭം ആയി ലഭിക്കുന്നുണ്ട്. 9,000 രൂപ എന്ന് പറയുമ്പോൾ ഒരു 10 വർഷം കൊണ്ട് 90,000 രൂപ. ഒരു 15 വർഷം കൊണ്ട് പൂർണ്ണമായും നമ്മൾ മുടക്കിയ തുക തിരിച്ച് ലഭിക്കുകയാണ്. 15 വർഷമാണ് സാധാരണ സോളാറിൻ്റെ എല്ലാം ഒരു ഗ്യാരണ്ടി ആയിട്ട് കമ്പനികൾ പറയുന്നത്. പിന്നീട് നമുക്ക് പുതിയ സോളാർ വയ്ക്കുകയോ അതല്ലെങ്കിൽ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുകയോ ചെയ്യാം. അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു ഇടത്തരക്കാരന് 15 കൊല്ലം കൊണ്ട് ഉണ്ടാകുന്ന ഒരു ലാഭം മാത്രമേ നമ്മൾ ആദ്യം മുടക്കുമ്പോൾ അത് തട്ടിക്കഴിച്ച് കഴിഞ്ഞാൽ ഇതിൽ വലിയ ഒരു ലാഭനഷ്ടങ്ങളില്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് സാധാരണ ഉപയോഗം കുറഞ്ഞ ഒരു സോളാർ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വലിയ ലാഭമൊന്നുമില്ല. ഇപ്പോൾ ഒരു ആവറേജ് ഉപയോഗമുള്ള ആളുടെ കാര്യമാണ് പറഞ്ഞത്. കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ സോളാർ പെനിട്രേഷൻ വളരെ കൂടുതലാണ്. എല്ലാവരും ഒരു ആഡംബരം എന്ന രീതിയിലാണ് സോളാറിനെ കാണുന്നത്.
സോളാർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കറണ്ട് ചാർജ് ലാഭിക്കാം, നമുക്ക് ആവശ്യം പോലെ ഉപയോഗിക്കാം. ഹീറ്റർ ഉപയോഗിക്കാം, AC ഉപയോഗിക്കാം. അങ്ങനെ ഇഷ്ടം പോലെ എനർജി ദൂർത്തടിക്കുന്ന ഒരു മനോഭാവം ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല. അതുപോലെ വാഹനം ചാർജിങ് ചെയ്യുന്നവർക്ക് പെട്രോളിൽ നിന്ന് ഒഴിവാകും. ഇത്തരത്തിലുള്ളൊരു മനോഭാവം പൊതുവെയുണ്ട്. പക്ഷേ ലളിതമായ ജീവിത ശൈലിയുള്ള ഒരാൾക്ക്, ഇലക്ട്രിക് കാർ ഉപയോഗിക്കാത്ത ഒരാൾക്ക്, AC അനാവശ്യമായി ഉപയോഗിക്കാത്ത ഒരാൾക്ക്, വൈകുന്നേരങ്ങളിൽ മുഴുവൻ ലൈറ്റും ഓണാക്കി ഇടാത്ത ഒരാൾക്ക് സോളാർ ഒരു നഷ്ടമാണെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് വിഭിന്ന അഭിപ്രായങ്ങളുണ്ടാകാം. എന്തായാലും സോളാറിൻ്റെ പേരിൽ എനർജി ദൂർത്തടിക്കുന്നത് ഒഴിവാക്കുക തന്നെ വേണം.